രാവിലത്തെ സഫാരിയാണ്. ഗോൾഡൻ ജാക്കൽ. ടൈഗർ ടൈഗർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മധ്യപ്രദേശിലെ സഞ്ജയ് ദുബരി ടൈഗർ റിസർവിലാണുള്ളത്. മോർണിംഗ് സഫാരിക്ക് വന്നിട്ടുള്ളത്. ജനുവരി മാസത്തിലെ സഫാരി ആയതിനാലാണ് ഇത്രയും കോട. ആദ്യം തന്നെ സഞ്ജയ് ദുബരിയുടെ ചരിത്രം ഒന്ന് അറിഞ്ഞാലോ. മധ്യപ്രദേശിലെ സിദ്ധി, ഷഡ്ഹോൾ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സഞ്ജയ് ദുബരി ടൈഗർ റിസർവ് ഇന്ത്യയിലെ ശ്രദ്ധേയമായ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 2008 ഇത് ഔദ്യോഗികമായി ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. ഏകദേശം 1600 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുണ്ട് ഈ സഞ്ജയ് ദുബരി ടൈഗർ റിസർവിന്. ഇവിടുത്തെ കാടുകൾ പ്രധാനമായും സാൽ മരങ്ങളാൽ സമ്പന്നമാണ്. വെള്ളക്കടവകളുടെ നാട് എന്നാണ് സഞ്ജയ് ദുബരി ടൈഗർ റിസർവ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1951 ഒരു വൈറ്റ് ടൈഗറിൻ്റെ കുഞ്ഞിനെ ഇവിടെ കാണാനായിട്ട് പറ്റി. മോഹൻ എന്നായിരുന്നു അതിന് പേരിട്ടത്. അതായിരുന്നു ലോകത്തിലെ പല സുവോളജിക്കൽ പാർക്കുകളിലേക്കും പടർന്നുപോയ വൈറ്റ് ടൈഗർ വംശത്തിൻ്റെ തുടക്കം. ഇന്നത്തെ ലോകത്തിലെ എല്ലാ വൈറ്റ് ടൈഗറുകളും ആ മോഹൻ എന്ന ഒരേ ഒരു കടുവയുടെ വംശജരാണ്. കടുവകൾക്ക് ഒരു ജനറ്റിക് മാറ്റം കൊണ്ടുണ്ടാകുന്ന നിറവ്യത്യാസമായിരുന്നു ആ വെള്ള നിറത്തിന് കാരണം. രാവിലെ തന്നെ ഇതാ റോട്ടിലൂടെ കടുവ നടന്നതിൻ്റെ പഗ്മാർക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പോകുന്ന അതേ ഡയറക്ഷനിലാണ് പഗ്മാർക്ക് കിടക്കുന്നത്. കാട്ടിലെ ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്പോട്ടഡ് ഡിയറും അതുപോലുള്ള അനിമൽസൊക്കെ എന്ന് പറഞ്ഞാൽ അലാം കോൾ കൊടുക്കും. അപ്പം അലാം കോളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിങ്ങ് കേൾക്കാവേ. ഇപ്പം കേട്ട സൗണ്ട് ഉണ്ടല്ലോ, അതാണ് അലാം കോൾ. അതായത് അപ്പോൾ ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ, പ്രെഡേറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സിഗ്നൽ കൊടുക്കുന്നതാണ് മറ്റുള്ള കൂട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്പോട്ടഡ് ഡിയേഴ്സിന്. ടൈഗറിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു അലാം കോൾ വെച്ചിട്ടാണ് നമ്മൾ ടൈഗറിനെ ട്രാക്ക് ചെയ്യുന്നതും ഇതുപോലുള്ള സഫാരിയിൽ. പഗ്മാർക്ക് അതുപോലെ ഈ അലാം കോൾ. അലാം കോൾ കേട്ട് നിന്ന് വെറുതെ ആയില്ല. കുറച്ച് മുന്നിലുള്ള വണ്ടികൾക്ക് ടൈഗർ സൈറ്റിങ് കിട്ടി. റോഡ് ക്രോസ് ചെയ്ത് ആ കാടിനുള്ളിലോട്ട് പോയിട്ടുണ്ട്. നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കടുവ കുറച്ച് മുന്നിലായിട്ട് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും കാടിനുള്ളിലോട്ട് കയറിപ്പോയി. നമ്മൾ ചെന്നപ്പോഴത്തേന് ഇതാ കാടിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഒരു ഫീമെയിൽ ടൈഗർസിനെയായിരുന്നു കണ്ടത്. ടെറിറ്ററിയൊക്കെ മാർക്ക് ചെയ്തായിരുന്നു ആ ഫീമെയിൽ ടൈഗർസിൻ്റെ മൂവ്മെൻറ്റ്. അധികം വണ്ടികളൊന്നും ഇല്ലാത്തതിനാലും ഒരു ചെറിയ ടൈഗർ റിസർവ് ആയതിനാലും ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. ഗോൾഡൻ ജാക്കൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ കുറുക്കന്മാരെന്ന് വിളിക്കുന്ന ഗോൾഡൻ ജാക്കൽ. മഞ്ഞ തവിട്ട് നിറം കൊണ്ടാണ് ഗോൾഡൻ എന്ന് പേര് വരാൻ കാരണം. വൈകുന്നേരങ്ങളിലും പുലർച്ചെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വേട്ട സമയം. കാട്ടിലെ ക്ലീനപ്പ് ക്രൂ, ബുദ്ധിയും അനുസരണയും കൂടിയ ഒരു ജീവി തന്നെയാണ് ഇവർ. നിങ്ങളൊരു പക്ഷിയെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൂക്ഷിച്ച് നോക്കിയാലത് കാണാനായിട്ട് പറ്റും കേട്ടോ. നൈറ്റ് ജാർ എന്നാണ് ഈ പക്ഷിയുടെ പേര്. രാത്രി സജീവമായ പക്ഷിയാണ്. മലയാളത്തിൽ ഇത് ചിലപ്പോൾ രാത്രി പക്ഷി എന്നൊക്കെയാണ് വിളിക്കുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. സാധാരണയായിട്ട് മാനുകൾ ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇണയെ ആകർഷിക്കാനും പിന്നെ ടെറിറ്ററിയിലെ ശക്തനാണ് എന്ന് അറിയിക്കാനൊക്കെ ആയിട്ടാണ്. ദൂരെയായിട്ട് നല്ല അലാം കോള് ലങ്കൂറിൻ്റെയും സ്പോട്ടഡ് ഡിയറിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് അലാം കോള് കേൾക്കുന്ന ആ സ്ഥലത്തോട്ട് വണ്ടികളെല്ലാം മൂവ്മെൻറ്റ് ചെയ്യുകയാണ്. T-17 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ടൈഗർസിൻ്റെ വീണ്ടും മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. അങ്ങനെ ഇരിക്കെ ഇതേ കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു മൂവ്മെൻറ്റ് കണ്ടത്. അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം വന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഫ്രണ്ടിലെ ആ ഡയറക്ഷനിലോട്ടാണ് കടുവയുടെ വരവ്. കോടമഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറ്റിക്കാടുകളുടെ ഇടയിലൂടെ ഇറങ്ങി വരുന്ന ആളെ കണ്ട. പുല്ലുകൾക്കെല്ലാം ഏകദേശം ഒരു ഓറഞ്ച് കളർ ആയതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പൊതുവെ പറയാറുണ്ടല്ലോ, കടുവകൾ നമ്മളെ കാണുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കടുവകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് തന്നെയാണ്. കാടിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടേ നമ്മളെ ഒരു നോട്ടം നോക്കി. എന്താ മോനെ, അതിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ മൂക്കിൻ്റെ ആ സൈഡിലായിട്ട് ചെറിയൊരു മുറിവും കാണാനായിട്ട് പറ്റുവേ. കാട്ടിലെ ശരിക്കും രാജാക്കന്മാരെന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. കാരണം നമ്മുടെ വണ്ടികളോ എത്ര വലിയ ജനക്കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ആ പോകേണ്ട വഴി നിശ്ചയമാണ്. അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്നുള്ളതാണ് ഈ ടൈഗറുകളുടെ മൂവ്മെൻറ്റിൽ.
നമ്മുടെ വണ്ടികളെല്ലാം മുന്നിലും പുറകിലുമായിട്ടെല്ലാം ഉണ്ടെങ്കിലും ആ വണ്ടികളുടെ നടുവിലായിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു ടൈഗറിന് പോകാനായിട്ട്. അവിടുന്ന് ചെറുതായിട്ട് ഒളികണ്ണിട്ടൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് ക്രോസ് ചെയ്ത് പോകുന്ന പോക്ക് നോക്ക്. അങ്ങനെ ആദ്യത്തെ സഫാരി ഗംഭീരമായെന്ന് തന്നെ പറയാം. സഞ്ജയ് ദുബരി ടൈഗർ റിസർവിലെ സഫാരിയിലെ ഇതുപോലെ ടൈഗർ സൈറ്റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അധികം ബഹളവും ഒച്ചപ്പാടവും ഒന്നും ഇല്ലാണ്ട് തന്നെ ടൈഗറെ കാണാനും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം തിരക്കുകളൊന്നും ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പോപ്പുലറായിട്ട് വരുന്നതേ ഉള്ളൂ. സഞ്ജയ് ദുബരി ടൈഗർ റിസർവിലെ ആൺകടുവകളെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ സൈസ് ഒരു അപഹരം തന്നെയാണ്. അത് കാണാനായിട്ടായിരുന്നു ആക്ച്വലി ഞാൻ സഞ്ജയ് ദുബരി ടൈഗർ റിസർവ് സെലക്ട് ചെയ്തത്. റിസോർട്ടുകളിൽ നിന്നൊക്കെ തന്നെ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് തരുവേ. അത് കഴിക്കാനായിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മോർണിംഗിൽ ഏതായാലും നല്ലൊരു അടിപൊളി ഒരു സൈറ്റിംഗ് കിട്ടി. ഫീമെയിൽ ടൈഗർസിൻ്റെ ഒരു സൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയത്. T17 എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത് ഇവിടെ കേട്ടോ. പിന്നെ ഇവിടെ 2 ടൈഗറുകൾ, മെയിൽ ടൈഗറുകൾ നമ്മൾ ഈ ടെറിട്ടറി ഫൈറ്റ് ചെയ്തിട്ട് ഇൻജൂർഡ് ആയിട്ടാണ് ഉള്ളത് 2 ടൈഗർ. അതിൻ്റെ റെസ്ക്യൂവും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ഏരിയയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ടുള്ളത്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. സഞ്ജയ് ദുബരിയിലെ ഈ സഫാരി മോർണിംഗിലെ സഫാരി എന്ന് പറഞ്ഞത് 6:45 തൊട്ട് 11 മണി വരെയാണ് സഫാരിയുടെ ടൈം വരുന്നത്. മരത്തിന് മുകളിൽ ഇരിക്കുന്ന ആളെ കണ്ട സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒച്ച ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ആള് ഇറങ്ങി പോവുകയും ചെയ്യും. 2 പേരുണ്ടായിരുന്നു, ഇന്ത്യൻ സ്കോപ്പ് ഓൾ. ഇവിടുത്തെ 2 മെയിൽ ടൈഗറുകൾ തമ്മിൽ ടെറിട്ടറി ഫൈറ്റ് ചെയ്ത് 2 പേരും ഇഞ്ചേർഡ് ആണ്. ആ 2 പേരെയും കാണാനും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ആനയുടെ പുറത്താണ് പെട്രോളിംഗ് ചെയ്ത് അവരെ കണ്ടുപിടിക്കുന്നത്. ആ 2 മെയിൽ ടൈഗറുകൾ ഫൈറ്റ് ചെയ്ത് ഇഞ്ചേർഡ് ആയതുകൊണ്ട് തന്നെ 2 പേരുടെ സൈറ്റിങ്ങും നമ്മുടെ സഫാരിയിലിട്ട് ഇല്ലായിരുന്നേ. പിന്നെ ഈ ടൈഗർ റിസർവിലെ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് forest.mb.online എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. സഫാരിയുടെ ചാർജ് വരുന്നത് ഒരു ജിപ്സിക്ക് വരുന്നത് 3500 പിന്നെ 800 രൂപ ഗൈഡ് ചാർജുമാണ് വരുന്നത്. ഒരു ജിപ്സിയിൽ 6 പേര് വരെയാണ് പോകാനായിട്ട് പറ്റുന്നത്. കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റിന് വരികയാണെങ്കിൽ ജബൽപൂർ ആയിരിക്കും നിയറസ്റ്റ് എയർപോർട്ട്. അതുപോലെ ട്രെയിൻ ആണെങ്കിൽ ജബൽപൂർ, കട്നി, സിദ്ധി, റിവ അങ്ങനെയൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് ജബൽപൂർ അല്ലെങ്കിൽ കട്നി വരെ ആയിരിക്കും ട്രെയിൻ നാട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് സിദ്ധി അല്ലെങ്കിൽ റിവയിലോട്ട് നമ്മൾ ടാക്സി മാർഗമോ അല്ലെങ്കിൽ ട്രെയിൻ മാർഗമോ വരാവുന്നതാണ്. കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാൻ നിന്നത് ഒരു അടിപൊളി ഒരു റിസോർട്ടായിരുന്നു. അവരുടെ അടുത്ത് തന്നെ സഫാരിയും ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ മുൻകൂട്ടി നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റൂമും അതുപോലെ തന്നെ സഫാരിയും അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തരുവേ. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഒരു ആംബിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫുള്ള് ഇതുപോലെ ബാംബൂസിൻ്റെ ട്രീസും അവർ റൂം നിർമ്മിച്ചേക്കുന്നത് പറഞ്ഞാൽ നല്ല പ്ലാനോടുകൂടി എന്ന് പറയാം. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ റൂമും അതുപോലെ സഫാരിയൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. റൂമാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂമാണല്ലോ നല്ല സ്പേഷ്യസ് ആയിരുന്നു. സാധാരണ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ഉണ്ടാക്കി തരുമെന്നുള്ളതാണ്. ഇവിടുത്തെ പപ്പടമൊക്കെ നോക്ക്, ഇങ്ങനത്തെ വലുപ്പമുള്ള പപ്പടമാണ് കേട്ടോ. എല്ലാം കൊണ്ടും നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവർ ചെയ്തു തന്നത് കേട്ടോ. സഫാരി ആയാലും സ്റ്റേ ആണെങ്കിലും ഭക്ഷണമായാലും സ്റ്റാഫുകളുടെ പെരുമാറ്റമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. സഞ്ജയ് ദുബരി ടൈഗർ റിസർവിൽ ആരെങ്കിലും സഫാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സഫാരിയും അതുപോലെ തന്നെ സ്റ്റേയും ഇവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അവരുടെ കയ്യിൽ തന്നെ പാക്കേജ് ഉണ്ട്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിനുള്ള മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ മധ്യപ്രദേശിലെ സഞ്ജയ് ദുബരി ടൈഗർ റിസർവിലെ സഫാരിയും നമ്മളിവിടെ കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയും പോകുന്നത് ബാന്ധവഗഡ് ടൈഗർ റിസർവിലെ സഫാരിയിലെ കാഴ്ചകളിലോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.